കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വീടിനുള്ളിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷമാണ് മരിച്ചത്. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. പുലർച്ചെ 1:55ഓടെയാണ് നാടിന് നടുക്കിയ സ്ഫോടനം. കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് സ്ഫോടനം. ഒരു വർഷത്തിലധികമായി അനൂപ് മാലിക് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയതായിരുന്നു ഈ വീട്. നമ്മൾ പറഞ്ഞ ഇഗ്രിമെന്റും കാര്യമില്ലാക്കുന്ന മാഷെ നമ്മൾ ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ പോകും. പയ്യന്നൂരാണ് അവര് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാൽ നമ്മൾ വീട് കൊടുക്കുക. സംഭവത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന ചാലാട് സ്വദേശി മുഹമ്മദ് ആഷം എന്നയാൾ കൊല്ലപ്പെട്ടു. ഇയാളുടെ ശരീരഭാഗങ്ങൾ സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. സമീപ പ്രദേശത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനം നടന്ന വീട്ടിലെ താമസക്കാരെ കുറിച്ച് തൊട്ടയൽവാസികൾക്ക് പോലും കൃത്യമായ വിവരമുണ്ടായിരുന്നില്ല. അവര് രാത്രിക്ക് വരും, വേറെ സ്ഥലത്തെല്ലാം പോകുന്നല്ലാണ്ട് അങ്ങനെ കണക്ഷനില്ല. വീടിനുള്ളിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ വൻതോതിൽ ശേഖരിച്ചിരുന്നതായാണ് വിവരം. സംഭവത്തിൽ അനൂപ് മാലിക് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണെന്നാണ് സൂചന. 2016-ൽ കണ്ണൂർ പുഴാതിയിൽ സമാന രീതിയിലുണ്ടായ സ്ഫോടനത്തിലും ഇയാൾ പ്രതിയായിരുന്നു. പലയിടങ്ങളിലേക്കും വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്തേക്കാൾ വീട് മാറി മാറി പോകുന്നായിരുന്നു. ആളുടെ പേരിലല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത്. ഇതിന് ലൈസൻസ് ഇല്ല. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.